ഇവരെന്ത് പാപം ചെയ്തിട്ടുണ്ടെങ്കിലും, കടലോളം പാപങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിലും ശരി, കടലോളം പാപങ്ങൾ ചെയ്തിട്ട് അള്ളാഹുവിനോട് അടുത്താൽ ഈ തിരമാലകളോളം പാപമോചനവുമായി അള്ളാഹു ഓടിയെടുക്കുമെന്ന് പറയുന്ന ഈ മാസത്തിലെങ്കിലും ഇവർക്ക് പൊട്ടിത്തെരിയൊന്ന് അവസാനിപ്പിച്ചൂടെ? ഇവരെ കൊണ്ട് കഴിയില്ല. കാരണം ഇത് ഇവരുടെ രക്തത്തിൽ അലിഞ്ഞു ചേർന്ന സ്വഭാവ ഗുണമാണ്. ചിന്നിത്തെറിക്കണം, ഇവർക്ക് രക്തസാക്ഷിയാകണം. ഇവർക്ക് രക്തസാക്ഷിയാകുന്നതിന് വേണ്ടി ശരിയെന്നാ നീയൊക്കെ പോയിട്ട് അങ്ങ് രക്തസാക്ഷിയാകുക, സാധാരണക്കാര് മര്യാദയ്ക്ക് ജീവിക്കട്ടെ, അതിനും ഇവര് സമ്മതിക്കില്ല. ഇവരുടെ ലക്ഷ്യം അതൊന്നുമല്ല. ഇവരുടെ ലക്ഷ്യം BJP-യെ താഴെ ഇറക്കണം. BJP-യെ താഴെ ഇറക്കണം. എന്നിട്ട് ഇവര് വിചാരിക്കുന്നത് പോലെ ഒരു ഇസ്ലാമിക രാജ്യം പടുത്തുയർത്തണം. മുസ്ലിങ്ങൾ തന്നെ, ഇസ്ലാം മത പ്രഭാഷകരും പ്രചാരകരും തന്നെ ഈ വിഷയം വളരെ കൃത്യമായ രൂപത്തിൽ ജനങ്ങളോട് വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. എന്നത് കേൾപ്പിച്ചു തരാം. അജയ് സുലൈയുടെ ആ പ്രസംഗം കിട്ടിയില്ല, എൻ്റെ കയ്യിൽ പക്ഷെ വേറൊന്നും തൽക്കാലം എൻ്റെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്, ഞാനത് കേൾപ്പിച്ചു തരാം. ഇവരെന്തിനു വേണ്ടിയാണ് ഈ രാജ്യത്ത് ശ്രമിക്കുന്നത് എന്ന് കുറച്ച് പേരെങ്കിലും ഒന്ന് അറിയണമല്ലോ. ക്രൂരകൃത്യങ്ങൾ തന്നെ മതിയാകും. കാലമത്രയും ചെയ്തു കൂട്ടിയ ക്രൂരകൃത്യങ്ങൾ തന്നെ മതിയാകും. അവരെ എല്ലാ അർത്ഥത്തിലും നിരോധിക്കാനും അതുപോലെ മനുഷ്യ മനസ്സിൽ അവരോട് വെറുപ്പുണ്ടാവാനും. മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ നേതാവ് എന്തുമാത്രം വലിയ ക്രൂരതയാണ് കഴിഞ്ഞ കാലങ്ങളിൽ അവരിവിടെ ചെയ്തു കൂട്ടിയിട്ടുള്ളത്. നേരത്തെ ഇവിടെ ജോസഫ് മാഷിന്റെ പ്രതികരണം നമ്മൾ കാണുകയുണ്ടായി. യഥാർത്ഥത്തിൽ പ്രവാചകനെ നിന്ദിച്ചു എന്നതിന്റെ പേരിൽ ഏതെങ്കിലും ഒരു മിലിറ്റന്റ് ഗ്രൂപ്പിന്, സായുധ ഗ്രൂപ്പിന് ഇങ്ങനെ ശിക്ഷ നടപ്പിലാക്കുവാൻ എന്ത് അധികാരമാണ് ഇവിടെ ഉള്ളത്? ആരാണ് അവരെ ഇങ്ങനെ ഒരു അധികാരം ഏൽപ്പിച്ചിട്ടുള്ളത്? അപ്പൊ സ്വയം അവർ പട്ടാളവും കോടതിയും നിയമം നടപ്പിലാക്കുന്നവരും പോലീസും ഇങ്ങനെ സമാന്തരമായ ഓരോ വിഭാഗങ്ങളായിട്ട് അവർക്ക് തോന്നുന്ന രൂപത്തിലുള്ള ശിക്ഷ നടപ്പിലാക്കുകയാണ് ചെയ്യുന്നത്. കൈവിട്ട് നടന്ന സന്ദർഭത്തിൽ തന്നെ കേരളത്തിലെ എല്ലാ മുസ്ലിം സംഘടനകളും, ഇവരല്ലാത്ത എല്ലാ മുസ്ലിം സംഘടനകളും അതിനെ ശക്തമായി അപലപിക്കുകയുണ്ടായി. കാരണം പ്രവാചകനെ നിന്ദിക്കുന്നത്, അധിക്ഷേപിക്കുന്നത് അത് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പലരും നടത്തിക്കൊണ്ടിരിക്കുന്ന കാര്യമാണ്. അതിനെ വൈജ്ഞാനികമായിട്ടുള്ള പ്രതിരോധമാണ് ആവശ്യം. പ്രവാചകനെ വിമർശിക്കുന്നവർക്ക് വൈജ്ഞാനികമായി മറുപടി നൽകുവാനുള്ള ആന്തരികമായ കരുത്തുള്ള ഒരു ദർശനത്തെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ വൈകാരികമായി പ്രതികരിക്കരുത് എന്നാണ് അന്ന് മുസ്ലിം സംഘടനകൾ മൊത്തത്തിൽ പറഞ്ഞത്. പക്ഷെ അവിടെയൊന്നും അവർ നിന്നില്ല, അതിൽ നിന്നൊന്നും പാഠം പഠിച്ചില്ല. അത് കഴിഞ്ഞിട്ടും അവർ ചെയ്തു കൂട്ടിയിട്ടുള്ള ക്രൂരതകൾ, അവർ വിളിച്ചിട്ടുള്ള മുദ്രാവാക്യങ്ങൾ, ഈ സമൂഹത്തെ എല്ലാ അർത്ഥത്തിലും ധ്രുവീകരണത്തിലേക്ക് കൊണ്ടുപോകുവാനുള്ള ശ്രമങ്ങൾ, ജനമനസ്സുകളിൽ വെറുപ്പ് വിതറി പ്രത്യേകിച്ച് യുവജനങ്ങളെ ഈ മതത്തിൽ നിന്നും മതപരിസരത്തിൽ നിന്നും അടർത്തിയെടുത്തുകൊണ്ട് ജാഗരം കേൾപ്പിക്കുന്നതിന് പിന്നിൽ എനിക്ക് വേറെ ഒരു ലക്ഷ്യവും കൂടിയുണ്ട്. എല്ലാ മുസ്ലിങ്ങളും തീവ്രവാദികളല്ല, എല്ലാ മുസ്ലിങ്ങളും തീവ്രവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്നവരുമല്ല, എല്ലാ മുസ്ലിങ്ങളും ഇസ്ലാമിക രൂപത്തിലുള്ള ശിക്ഷാരീതി ഇവിടെ നടപ്പിലാക്കണമെന്ന് ആഗ്രഹിക്കുന്നവരല്ല. എല്ലാ മുസ്ലിങ്ങളും ഈ രാജ്യം ഇസ്ലാമിക ഭരണത്തിന് കീഴിൽ കൊണ്ടുവരണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകളുമല്ല. അപകടത്തിലേക്ക് കൊണ്ടുപോകുവാനുള്ള ശ്രമങ്ങളാണ് അവരിവിടെ നടത്തിയിട്ടുള്ളത്. അതിനവര് സ്വീകരിച്ചിട്ടുള്ള വഴിയാണ് ഏറ്റവും ക്രൂരം എന്ന് പറയുന്നത്. മതാധ്യാപനങ്ങളെ വക്രീകരിച്ചു എന്നുള്ളതാണ്. മതാധ്യാപനങ്ങളെ എല്ലാ അർത്ഥത്തിലും വികലമാക്കി ചിത്രീകരിച്ചു. സമാധാനത്തിന്റെയും വിട്ടുവീഴ്ചയുടെയും ശാന്തിയുടെയും സഹിഷ്ണുതയുടെയും ഒക്കെ സന്ദേശങ്ങളെ പോലും അവര് അടർത്തിയെടുത്ത് അവതരിപ്പിച്ചത് അവരുടെ ക്രൂരകൃത്യങ്ങൾക്ക് തെളിവുദ്ധരിക്കുവാനാണ്. അപ്പൊ ഇവര് മുസ്ലിം സമൂഹത്തോട് ചെയ്തിട്ടുള്ള ഏറ്റവും വലിയ ക്രൂരത എന്ന് പറയുന്നത് വിശുദ്ധ ഖുർആന്, അതിന്റെ പ്രായോഗിക വിശദീകരണമായ പ്രവാചക ചര്യ, അതുപോലെ ഇസ്ലാമിക ചരിത്രം, ഇതിനെയെല്ലാം തന്നെ വികലമാക്കി അവതരിപ്പിച്ചുകൊണ്ട് മുസ്ലിം സമൂഹത്തെ എല്ലാ അർത്ഥത്തിലും പ്രതിരോധത്തിലാക്കി എന്നുള്ളത്. അദ്ദേഹം ഒരു മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ നേതാവാണ്. അദ്ദേഹത്തിന് അങ്ങനെ പറയാനേ പറ്റൂ. ഒരു വികലവുമാക്കാതെ ഖുർആനും ഹദീസും നേർക്കുനേരെ വായിച്ചാലും തീവ്രവാദവും ഭീകരവാദവും അന്യമത വിരോധവുമാണ് അദ്ദേഹത്തിന്. പിന്നെ അദ്ദേഹം ഒരു വിശ്വാസിയാണ്. ശരി, മുസ്ലിം സമൂഹത്തിന് ഒരു മതിലാണ് അല്ലെങ്കിൽ സംരക്ഷണ ഭിത്തിയാണ് എന്ന് പറയുന്ന ഈ വിഭാഗമാണ് യഥാർത്ഥത്തിൽ മുസ്ലിം സമൂഹത്തിന്റെ ശാപം എന്ന് പറയുന്നത്. മുസ്ലിങ്ങൾ ഇവിടെ സ്വസ്ഥതയോടുകൂടി, സമാധാനത്തോടുകൂടി, സഹിഷ്ണുതയോടുകൂടി മറ്റു ജനവിഭാഗങ്ങളോട് ഇടപഴകിക്കൊണ്ട് സൗഹാർദ്ദത്തിൽ കഴിഞ്ഞു വരുന്ന ഒരു സാഹചര്യമാണ് ഇവിടെ ഉള്ളത്. ആ സാഹചര്യത്തിന് പോറലേൽപ്പിക്കുന്നതില് പോപ്പുലർ ഫ്രണ്ടും അനുബന്ധ സംഘടനകളും ഉണ്ടാക്കിയിട്ടുള്ള പരിക്ക് ചെറുതല്ല.
അത് ആ വിള്ളൽ അടക്കാൻ അത്ര പെട്ടെന്നൊന്നും സാധ്യമല്ല. ഇവിടെ ഹിന്ദു മുസ്ലിം ക്രൈസ്തവ സമൂഹങ്ങൾക്കിടയിൽ ഉണ്ടായിട്ടുള്ള വലിയ അകൽച്ചയുടെ യഥാർത്ഥ ശത്രു ആര് എന്ന് ചോദിച്ചാൽ, കാരണക്കാരാര് എന്ന് ചോദിച്ചാൽ പോപ്പുലർ ഫ്രണ്ട് ആണ് എന്ന് നിസ്സംശയം നമുക്ക് പറയാൻ കഴിയും. അവർ യഥാർത്ഥത്തില് കഴിഞ്ഞ കാലങ്ങളിൽ ചെയ്തു കൂട്ടിയിട്ടുള്ളത്, രഹസ്യമായിട്ടും പരസ്യമായിട്ടും ചെയ്തു കൂട്ടിയിട്ടുള്ളത്, ഇവിടെയുള്ള എല്ലാ വ്യവസ്ഥകളും മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം എതിരാണ്. ഇവിടെ വരുന്ന മുഴുവൻ നിയമങ്ങളും മുസ്ലിങ്ങൾക്കെതിരാണ്. ഇവിടുത്തെ കോടതിയും പാർലമെന്റും അതുപോലെ സംവിധാനങ്ങളും മുഴുവൻ മുസ്ലിം സമൂഹത്തിനെതിരാണ്, മുസ്ലിം ന്യൂനപക്ഷത്തിനെതിരാണ്. ഇങ്ങനെ ചെറുപ്പക്കാരുടെ മനസ്സിൽ നിരാശ മാത്രം നിറച്ചുകൊണ്ട് ആ നിരാശയിൽ നിന്ന് മുതലെടുക്കുവാനുള്ള ആസൂത്രിതമായ ശ്രമമാണ് യഥാർത്ഥത്തിൽ അവർ നടത്തിയിട്ടുള്ളത്. അതുകൊണ്ട് നിസ്സംശയം നമുക്ക് പറയാൻ കഴിയും, അവരെ നിരോധിച്ചു എന്നുള്ളത് ഒരു നല്ല കാര്യമാണ്. എന്നാൽ അതിനോടൊപ്പം ഇതുപോലുള്ള വർഗീയ ധ്രുവീകരണങ്ങൾ നടത്തുന്ന RSS പോലുള്ള സംഘടനകളെ കൂടി നിരോധിച്ചെങ്കിൽ മാത്രമേ ആ പ്രക്രിയ പൂർണ്ണമാകുകയുള്ളൂ. കാരണം ഒരു സംഘടനയെ നിരോധിച്ചു എന്നതുകൊണ്ട് മാത്രം ഈ സമൂഹത്തിൽ നിന്ന് തീവ്രവാദത്തിന്റെ വൈറസുകൾ മാറ്റാൻ സാധ്യമല്ല. ഇപ്പൊ സിമി നിരോധിച്ചു, വേറെ രൂപത്തിൽ പ്രത്യക്ഷപ്പെട്ടില്ലേ. RSS നിരോധിച്ചു. ആ കാലഘട്ടത്തിൽ അവർ പ്രവർത്തനം ഒന്ന് മന്ദീഭവിപ്പിച്ചു, അല്ലെങ്കിൽ ഒന്ന് പതുക്കെ ആക്കി, പിന്നീട് വ്യത്യസ്ത രൂപത്തിലും ഭാവത്തിലും കടന്നു വന്നു. ഇവിടെ പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിച്ചാലും നടക്കാൻ പോകുന്നത് അങ്ങനെ തന്നെയാണ്. ഇനി അവർ വ്യത്യസ്തമായ രൂപത്തിലും ഭാവത്തിലും ഇവിടെ പ്രത്യക്ഷപ്പെടും. SDPI എന്ന രാഷ്ട്രീയ വിഭാഗം അവരെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. അവരുടെ ആശയ അടിത്തറയിൽ നിന്നുകൊണ്ട് തന്നെ ഇതുപോലുള്ള ദുഷ്പ്രവർത്തികൾ ചെയ്യാൻ ഒന്നാന്തരം അവസരമാണ് അവരെ സംബന്ധിച്ചിടത്തോളം ഇനിയും ബാക്കിയുള്ളത്. അതുകൊണ്ട് സമൂഹ മനസാക്ഷി വൈറസിനെതിരെ ഉയരുക എന്നത് മാത്രമാണ് ഇവിടെ ഏറ്റവും വലിയ പരിഹാരമുള്ളത്. നിരോധനം ഒരു പരിഹാരമേ അല്ല. പക്ഷേ എന്നാലും ജനമനസ്സുകളിൽ ഉള്ള ഈ വലിയ ആകുലതയുണ്ടല്ലേ, വിഷമം, അതിനൊരു പരിഹാരമാണിത്. കാരണം ഇത്തരത്തിലുള്ള സംഘടനകൾ ഇന്ത്യ രാജ്യത്ത് ഉണ്ടാകാൻ പാടില്ല എന്ന് വിചാരിക്കുന്നവരാണ് ഇവിടുത്തെ ഭൂരിപക്ഷം മനുഷ്യർ. അവർക്കൊരു ആശ്വാസം നൽകുന്നതാണ് ഇത്തരം നിരോധനങ്ങൾ എന്നാണ് ഈ സന്ദർഭത്തിൽ സൂചിപ്പിക്കാനുള്ളത്. എന്നിട്ട് ഇവര് പറയുന്നത് എന്താണെന്നറിയാമോ? ഇവർ മുഴുവൻ മുസ്ലിങ്ങളുടെയും സംരക്ഷകരാണ് പോലും. ജുമുഅ കുത്തുബകൾക്ക് മിമ്പറിൽ നിന്നിട്ട് മുസ്ലിം പുരോഹിതൻ ഈ പോപ്പുലർ ഫ്രണ്ടുകാർ മുസ്ലിങ്ങളാണെന്നും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്നും പറയേണ്ടി വരുന്ന ഒരു സാഹചര്യം ഈ കേരളക്കരയിൽ ഉയർന്നു വരുവാണ്. ഏതു രൂപത്തിലാണ് എന്ന് നോക്കണം. ഈ സംഘടന നിരോധിക്കപ്പെടുമ്പോൾ മറ്റു പാർട്ടികളുടെ മൗനമുണ്ടല്ലോ, ജമാഅത്തെ ഇസ്ലാമി അടക്കമുള്ള സംഘടനകളുടെ മൗനം, അത് അപകടമാണ്. ഇവര് പറയുന്നത് ഇവര് സമാധാനത്തിന്റെ മാടപ്രാവുകളാണെന്നാണ്. പക്ഷെ ഇവരുടെ സമാധാനം എന്താണ് എന്ന് ഇതുപോലെ ഒരുപാട് മുസ്ലിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്, ഇസ്ലാം മത സംഘടനകൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അവരൊക്കെ ഒന്ന് തുറന്ന് പറയാൻ ശ്രമിച്ചാൽ ഒരു പക്ഷേ നല്ലൊരു വിഭാഗം മുസ്ലിങ്ങളെ സംബന്ധിക്കുന്ന തെറ്റിദ്ധാരണകൾ മറ്റുള്ളവരുടെ മനസ്സുകളിൽ നിന്നെങ്കിലും ഇല്ലാതാക്കാൻ സാധിക്കും. അല്ലെങ്കിൽ നമ്മൾ ചിന്തിക്കുന്നത് എന്താ, എല്ലാ മുസ്ലിങ്ങളും ആഗ്രഹിക്കുന്നുണ്ടാവും. കാരണം അവരാരും ഇതിനെ എതിർക്കുന്നില്ലല്ലോ. ഇതിനെ അവരാരും എതിർക്കാത്തത് കൊണ്ട് ഒരു പക്ഷേ എല്ലാ മുസ്ലിങ്ങളും, ഞാനടക്കം പറയാറുണ്ട്, ഓരോ മുസ്ലിമിന്റെ ഉള്ളിലും ഒരു ഭീകരവാദി ഒളിച്ചിരിപ്പുണ്ട്. തരാതരം സന്ദർഭോചിതമായി മാത്രമേ അത് പുറത്തേക്ക് വരൂ. നമുക്ക് ഇപ്പോ മജീദ് സുലാഹിയുടെ പ്രഭാഷണം കേട്ടപ്പോൾ ഒരു കാര്യം മനസ്സിലായി. ഈ തീവ്രവാദ സംഘടനയെ മതേതര ദേശീയവാദികളായിട്ടുള്ള ഒരാൾക്കും അംഗീകരിക്കാൻ സാധിക്കില്ല. കാരണം ഇവരെ